പ്രകൃതിദത്തമായ കളറുകൾ കൊണ്ട് മ്യൂറൽ പെയിന്റിംഗ് നിർവഹിക്കുന്ന ഒരു കുടുംബം. നമ്മുടെ പൂലാനിയിലാണ് ഈ കുടുംബം. വർഷങ്ങളായി ഈ പ്രദേശത്ത് താമസിച്ചു വരുന്ന ഇവരെ പക്ഷെ ജനത്തിനറിയില്ല അവർ ഇത്രയും വലിയ രീതിയിലുള്ള പ്രകൃതി നിർമ്മിതമായ വർണ്ണങ്ങൾ കൊണ്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കുടുംബമാണെന്നുള്ളത്. എന്തായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇവർ ഈ കുടുംബം ഇവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കാണാം. ഇത് എന്താണ്? ഇതൊരു പ്രദോഷ ശിവനാണ്. പ്രദോഷ നൃത്തം ചെയ്യുന്ന ശിവനെയാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. നമസ്കാരം അജിതേട്ടാ, ശ്രീദേവി ചേച്ചി, ഈ ഒരു ചിത്രത്തിനെ കുറിച്ച് ആദ്യം പറയാം. ഇത് ശിവന്റെ പ്രദോഷ നൃത്തം എന്ന് പറഞ്ഞ ശിവനാണ് ചിത്രമാണ്. ഇത് നമ്മുടെ പാർവതിക്ക് കാണാൻ വേണ്ടി ശിവൻ കളിക്കുന്ന ഒരു നൃത്തമാണ്. ഇത് പ്രദോഷ നൃത്തം എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ ദേവതകളും വരും. മിഴാവ് വായിക്കുന്ന വിഷ്ണു, എലത്താളം കൊട്ടുന്ന ബ്രഹ്മാവ്, പിന്നെ കോടക്കോടുന്ന ഇന്ദ്രൻ, അങ്ങനെ ഒരേ ദേവന്മാർ വരും. കുറെ ആൾക്കാർ വരും. സനകാന്തി വരും. ഇത് അങ്ങനെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ, അപസ്മാരാസുരൻ. അതാണ് പാർവതി. പാർവതി വരച്ചോണ്ടിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളൂ. ഇത് എന്തിലാണ്? എന്താണ് ഇത്? നാച്ചുറൽ കളർ. ഇത് GSM പേപ്പറിലാണ് വരയ്ക്കുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത്. ഇത് ഓർഡറാണോ? ഓർഡറാണ്, ജർമ്മനിക്കുള്ള. ചേട്ടൻ എത്ര കാലമായി? 33 വർഷമായി ഫീൽഡിൽ ഉള്ളത്. ചിത്ര മ്യൂറലും സ്കൾപ്ചറും എല്ലാം ചെയ്തിരുന്നു. മ്യൂറലാണോ കൂടുതലും? മ്യൂറലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നതും കൂടുതലും മ്യൂറലാണ്. സഹായത്തിന് ഭാര്യയുണ്ട്. പാർവതിക്ക് കാണാൻ വേണ്ടിയാണ് ശിവൻ പ്രദോഷം അല്ലേ? ഈ അജിത്തിന് വേണ്ടിട്ടല്ലേ നമ്മുടെ ശ്രീദേവി ചേച്ചി അല്ലേ? അത് നമുക്ക് ബാക്കി പറയാം. ഇതെങ്ങനെ പഠിച്ചെടുത്തു? കല്യാണം കഴിഞ്ഞ് വന്ന നമ്മളൊരു കലാകാരി, കല്യാണം എന്നെ ഒരു കലാകാരിയാക്കിന്ന് പറഞ്ഞല്ലേ? ശരി. ഇതൊക്കെ ഈ കളറൊക്കെ മിക്സ് ചെയ്യാൻ അറിയോ? എല്ലാം അറിയാം. ഇതൊക്കെ എങ്ങനെയാ കളറൊക്കെ ഉണ്ടാക്കുന്നത്? കല്ലും മണ്ണ്, ഇല, പിന്നെ തിരി കത്തിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ. എല്ലാ കളറും ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. ശരി. കല്യാണം കഴിച്ചപ്പോ ശരിക്കും അജിത് ഭായിക്ക് വലിയ അനുഗ്രഹമില്ലേ? കാരണം അതിന് കൂടെ വരയ്ക്കോ, സ്കെച്ച് ചെയ്യോ? അതും ഒരു ചിത്രം രചിക്കണമെങ്കിൽ ഒരു വാസ്റ്റ് റീഡിങ് നമുക്ക് ആവശ്യമാണ്. അല്ലാണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പുരാണങ്ങളിലെ കഥകളും അതിന്റെ വിഷയങ്ങളും എപ്പോ നടക്കണേ, എന്ത് നടക്കണേ എന്നുള്ള ഒരു നല്ലൊരു അറിവുണ്ടായാലേ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ പൂലാനി പ്രദേശത്തെ ആൾക്കാർക്ക് അജിത് എന്നൊരു കലാകാരനെ അധികം അറിയില്ല എന്നുള്ള ആൾക്കാർക്ക് ഞാനൊരു ചിത്രകാരനാണെന്ന് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. കാരണം ഞാൻ പുറമേ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെയാണ് വർക്ക് കൂടുതൽ ചെയ്യണത്, ഇതേപോലത്തെ വർക്ക് ചെയ്യണത്. പൂലാനി ആൾക്കാരുടെ വിചാരം ഞാൻ ഗൾഫിലാന്നാ. ഇടയ്ക്ക് വരുമ്പോ എന്നോട് ചോദിക്കും, മസ്കറ്റിലാണോ ദുബായിലാണോ എന്ന് ചോദിക്കും. അങ്ങനെയാണ്. എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? 15 രാജ്യങ്ങളിൽ എന്റെ ചിത്രങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ ഫുള്ളായിട്ട് മാസം വരെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. രാജ്യങ്ങളിൽ പോയിട്ടില്ല. ആസാം വരെ പോയി. ഇന്ത്യയിൽ ഒരുവിധം സ്റ്റേറ്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോയി ഒരുപാട് കാലം നിൽക്കേണ്ടി വരും. അതാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പിന്നെ 15 രാജ്യങ്ങളിൽ എന്റെ ചിത്രങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ വേൾഡ് വൈഡ് ശിഷ്യ സമ്പത്തുണ്ട് എനിക്ക്. വേൾഡ് വൈഡ് ഓൺലൈനായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോഴും അമേരിക്കനും സ്വിറ്റ്സർലാൻഡിൽ നിന്നും സ്വീഡനിൽ നിന്നും ബഹ്റൈനിൽ നിന്നും അർജന്റീന എന്നൊക്കെ സ്റ്റുഡന്റ് ഉണ്ട്. ഇപ്പോഴും ലൈവില് ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഓൺലൈനായിട്ട് കൂടുതലും ക്ലാസ് എടുത്തു തുടങ്ങിയത് ഈ കോവിഡിന് ശേഷമാണ്. അപ്പൊ ഈ കൂടുതലും ഈ നാച്ചുറൽ കളറിനെ കുറിച്ച് അറിയാനും പഠിക്കാനാണ് ആൾക്കാർ വരുന്നത്. കണ്ടെത്തൽ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ കളറൊക്കെ കണ്ടെത്തണം. ഇപ്പൊ ഈ മഞ്ഞ തന്നെ നമ്മള് കുടജാതിന്ന് സൗപർണിക നദിയുടെ തീരത്തു നിന്ന് ഈ മഞ്ഞ കളക്ട് ചെയ്യുന്നത്. അവിടുന്ന് കൊണ്ടുവന്ന് ആ കല്ല് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ അമ്മിയിലിട്ട് അരച്ച് ഫിൽറ്റർ ചെയ്തിട്ട് കുറെ പ്രോസസ്സിംഗ് നടത്തിയിട്ടാണ് ഈ കളറ് റെഡിയാക്കണത്. പിന്നെ റെഡും അങ്ങനെ തന്നെ. കല്ല് കിണർ ഒഴിക്കുമ്പോ ഉള്ള കല്ലിൽ നിന്ന് റെഡ് വേർതിരിച്ചെടുത്തിട്ട് പിന്നെ അമ്മിയിലിട്ട് അരച്ച് പിന്നെ ഫിൽറ്റർ ചെയ്തെടുത്ത് അങ്ങനെയാണ് റെഡ് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പശ വേണ്ടേ? അതില് നമ്മുടെ വേപ്പിൻ പശയാണ്. നമ്മുടെ ഇവിടെ കിട്ടില്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് വരുത്തേണ്ടതാണ്. അപ്പൊ പിന്നെ ആ പശയാണ് ഇതില് ബേസ്മെന്റ് ഇതിൽ ഫിക്സിങ് ഉപയോഗിക്കുന്നത്. പിന്നെ നീല കളറിന് ചൈനയിൽ നിന്ന് വരുത്തുന്ന കട്ട നീലം എന്ന് പറഞ്ഞ ബ്ലൂ ആണ് നീല കളറിന് ഉപയോഗിക്കുന്നത്. ചൈനയിൽ നിന്ന് വരുത്തുന്നതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് നിലവിളക്കിൽ തിരിയിട്ട് കത്തിച്ച് അതിന്റെ സ്മോക്ക് പുകയിന്ന് കളക്ട് ചെയ്യണ കരി എടുത്തിട്ടാണ് ഇതിന്റെ ഫൈനൽ. വലിയൊരു ടാസ്കാണ്. ഭയങ്കര ഈ കളർ പ്രോസസ്സിംഗ് തന്നെ ഭയങ്കര ടാസ്കാണ്. ഇത് ഭയങ്കര ടൈം പിടിക്കും.
പിന്നെ നമ്മള് ഈ അക്രൈലിക് കളറും ചെയ്യുന്നുണ്ട്, നാച്ചുറൽ കളറും ചെയ്യുന്നുണ്ട്. പക്ഷെ അക്രൈലിക് കളറിൽ 2 കോട്ട് കൊടുത്താൽ അതിന്റെ കളറിന്റെ ഡെപ്ത് കിട്ടും, കളർ ഡെപ്ത് കിട്ടും. ഇതൊരു 5 കോട്ട് കൊടുക്കണം അതിന് പകരം. അപ്പൊ ടൈം കുറെ എടുക്കും ഇതിന്. ഗ്രീനൊക്കെ ഇറക്കുന്ന ആ ഡെപ്ത് കിട്ടണമെങ്കിൽ ഒരു 5 കോട്ട് കൊടുത്താൽ ആ ഗ്രീനിന്റെ ഡെപ്ത് കിട്ടുള്ളൂ. പണ്ട് കാലത്തുള്ള ചിത്രങ്ങളൊക്കെ നാച്ചുറൽ ആണ്. 10,500 വർഷമുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ഒരിക്കളം ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങളൊക്കെ വളരെ പഴക്കമുള്ളതാണ്. ഗുരുവായൂര്, പിന്നെ ഏറ്റുമാനൂര്, വൈക്കം, ഇവിടെ പ്രയറൊക്കെയും നാച്ചുറൽ കളർ ചെയ്തേക്കുന്നതാണ്. എല്ലാം നാച്ചുറൽ കളർ ചെയ്യുന്ന പണ്ടത്തെ ചിത്രങ്ങൾ. ഇതിന് മുകളിൽ വല്ല കോട്ടിങ് കൊടുക്കും? ഇല്ല, ഒരു ഇല്ല. വേപ്പിൻ പശ നല്ല ഫിക്സിംഗ് പോണ്ടാണ്, നല്ല ഇതാണ്. ആണല്ലേ? ഇത് എത്ര സൈസ് എത്രയാണ്? ഇത് 5x4. 5x4. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് എത്ര കോസ്റ്റ് വരും? എത്ര കാലം പിടിക്കും ഒരു ചിത്രം? ഇതിപ്പോ ഒരു 1.5 എത്ര കാലം കൊണ്ടാണ് നമ്മളിത് കംപ്ലീറ്റ്? ഇത് 1 മാസം എടുത്ത ഫുള്ളാക്കും. 2 മാസത്തിൽ കൂടുതൽ സ്ഥിരമായിട്ട് ഇരുന്ന. ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്? ക്ഷേത്രങ്ങൾ ഇവിടെ നമ്മുടെ അടുത്ത് വിഷ്ണുപുരം അമ്പലത്തില്, പിന്നെ ഇവിടെ തോപ്പിൽ അമ്പലത്തിലെ ക്ഷേത്രങ്ങൾ ചെയ്തേക്കണം. ഇപ്പൊ പാലക്കാടും പിന്നെ തിരുവല്ലയിലും 2 ക്ഷേത്രങ്ങള് നാച്ചുറൽ കളർ ചെയ്യാൻ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ അവിടെ പോയി ചെയ്ത ഡിസ്കസിങ് ചെയ്തേക്ക. ഇപ്പൊ ചെന്നൈക്ക് ഒരു വർക്ക് ചെയ്തു നാച്ചുറൽ കളറിന്റെ. അപ്പൊ അവർക്ക് പാലക്കാട് ഒരു അമ്പലമുണ്ട്. അപ്പൊ അവർക്ക് നാച്ചുറൽ കളർ അവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് അതിന്റെ സബ്ജക്റ്റും ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആവുന്ന ചിത്രങ്ങളും എക്കോ ഫ്രണ്ട്ലി ആവുകയാണ്. എനിക്ക് കൂടുതലും ഈ നാച്ചുറൽ കളർ ചെയ്യാനാണ് കൂടുതലും താല്പര്യം. ഞാൻ കൂടുതലും എന്റെ വർക്കുകളൊക്കെ നാച്ചുറൽ കളറാണ്. ഇത് എന്താണ്? ഇത് സിമെന്റ് മ്യൂറൽ സ്കൾപ്ചർ ആണ്. ഇത് കൃഷ്ണന്റെ സബ്ജക്ട് ആണ്. ഗോപിക വല്ലഭ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ സബ്ജക്ട് ആണ്. കൃഷ്ണനും ഗോപികമാരും. ഇത് ഞങ്ങൾ 2 പേരും കൂടി ചെയ്തതാണ്. ഇത് കുറച്ചുകൂടി ഈസിയാണോ? ഇത് ഈസിയാണ്. മറ്റേ മ്യൂറൽ ചിത്രങ്ങളെ സംബന്ധിച്ച് സ്കൾപ്ചർ ഈസിയാണ്. ഇത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഡിസൈൻ കാർവ് ചെയ്തെടുക്കാം. വേറെ കളറല്ലേ? വേറെ കളറാണ്. ഇത് അക്രൈൽ കളറാണ് ചെയ്തേക്കുന്നത്. ഇതും പുള്ളിക്കാരത്തി കളറൊക്കെ ചെയ്തേക്കുന്നത്. അതല്ലേ? കളറിംഗിന്റെ ആളാണല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ കളറിംഗ് ആയിരുന്നു പണി. അതും എന്താണ് ശരിക്കും? ബുദ്ധൻ. അത് ബുദ്ധൻ സിമെന്റ് സ്കൾപ്ചർ തന്നെയാണ്. സിമെന്റിൽ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇവിടെ പ്ലേറ്റുകളിൽ ചെയ്തിട്ടുണ്ടോ? ഇവിടെ കുറെ പ്ലേറ്റുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റുകൾ പുള്ളിക്കാരത്തിന്റെ പ്രൊഡക്ഷൻ ആണ്. അതല്ലേ? ഇത് അക്രലിക് ആണോ? അക്രലിക് ആണ്. ഇത് വരയ്ക്കില്ലേ? ഇത് വരയ്ക്കുകയും ചെയ്യും. അപ്പൊ പണി ശരിക്കും പഠിച്ചു അല്ലെ? ഇനി അടുത്ത കോൺട്രാക്ട് ഇനിയിപ്പോ ഇടയ്ക്ക് ഇവിടുന്ന് മാറിക്കുമ്പോഴേ ആള് വേറെ കോൺട്രാക്ട് ഉണ്ടാവും അല്ലെ? മക്കളൊക്കെ എങ്ങനെയാ? മക്കളും വരയ്ക്കും. വിഷ്ണുപുരം ചിത്രങ്ങൾ ഫാമിലി കൂടിയായിട്ട് ഫാമിലി രചനയാണല്ലേ? ചെയ്തത്. അത് ശരി. അത് നിങ്ങൾ ദശാവതാരം ചെയ്തു കൊടുത്താൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്കൾപ്ചർ മ്യൂറൽ പെയിന്റ് ശില്പ ചുമർ ചിത്രം എന്ന് വേണമെങ്കിൽ പറയും. കേരളത്തിലെ ഏറ്റവും വലുതാണ്. ആണോ? ദശാവതാരം. ശരി. വേറെ എങ്ങും സ്കൾപ്ചർ മ്യൂറൽ പെയിന്റിംഗ് ചെയ്തില്ല. മ്യൂറൽ പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്, ശില്പം ചുമർ ചിത്രം ചെയ്തിട്ടില്ല. അത് ഇത് വിഷ്ണുപുരത്തിന് ഏറ്റവും ചെയ്തതല്ലേ ഏറ്റവും വലിയ വർക്ക് ഓടിയത്? ഇത് സ്കൾപ്ചർ മ്യൂറൽ പെയിന്റിംഗ് വിഷ്ണുപുരത്ത്. ചരിത്രത്തിൽ നമ്മുടെ ജീവിതത്തിലെ വലുത്. പിന്നെ അതൊക്കെ സൈസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കിത് ഇന്ന സാധനം ചെയ്ത് നീ കൊള്ളായിരുന്നു, അങ്ങനത്തെ സാധനം ചിന്തിക്കാം. അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകളുണ്ട്. വിശ്വരൂപം, അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകളുണ്ട്. പിന്നെ മഹാഭാരത കഥ ഒന്ന് ചെയ്യുന്നുണ്ട്. മഹാഭാരത വലിയ ക്യാൻവാസിൽ വലിയ ചുമരിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് മഹാഭാരത കഥ. ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടി ചെയ്യുന്നതിന്റെ ഒരു പ്ലാൻ ഉണ്ട്. അതൊക്കെ ഒരുപാട് ഒരു കൊല്ലം പിടിക്കും. നല്ലൊരു സ്പോൺസറും വേണം. കുടുംബം കഴിഞ്ഞു പോകണം. എക്സ്പെൻസീവ് കുടുംബം കഴിഞ്ഞു പോകുന്ന ഇതന്നെ വേണം. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ട്. അപ്പം അതാണ് ഒരു ആഗ്രഹം. എന്തായാലും കൊള്ളാം. നമ്മുടെ പൂലാനിയിൽ ഇങ്ങനെ ഒരു നാച്ചുറൽ കളർ കൊണ്ട് ചുമർ ചിത്രങ്ങൾ, മ്യൂറൽ ചുമർ ചിത്രങ്ങളും ക്യാൻവാസിലും ഒക്കെ ചിത്രരചന നടത്തുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെട്ട്. ഇവർ മാത്രമല്ല, 2 മക്കളുണ്ട്. അവരും ഒപ്പം സഹായിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ തൊട്ടടുത്തുള്ള അമ്പലത്തിലുള്ള വലിയ ചുമർ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവർ തന്നെയാണ്. പിന്നീട് ഇപ്പൊ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ഇവർക്ക് കഴിയട്ടെ. ലോകം മുഴുവൻ ശിഷ്യഗണങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ്. അത് ആരും അറിയാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ പൂലാനിയിൽ ഇങ്ങനെ ഒരു ആളുള്ള കാര്യം അല്ലെ? സത്യത്തില് അജിത്ത് എന്റെ വീട്ടും പേരെന്താ? പാട്ടത്തിപ്പറമ്പിൽ. പാട്ടത്തിപ്പറമ്പിൽ അജിത്തിനെ ഇനി ലോകം അറിയട്ടെ. നമ്മുടെ അജിത് അനാമിക എന്നാണ് ഫേസ്ബുക്കിലെ പേര്. അപ്പൊ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചിത്രരചന പഠിക്കാൻ താല്പര്യമുള്ളവർ അദ്ദേഹം ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആളെ സമീപിക്കാം. നമ്പർ ഒന്ന് പറഞ്ഞു കേട്ടോ. നമ്പർ പറഞ്ഞു. 8281540110.
അപ്പൊ നമ്പർ കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി നമ്പറിൽ അദ്ദേഹത്തിന് വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനായാലും ഇപ്പൊ വരയ്ക്കാനായാലും എന്തിനു വേണ്ടിയും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഇനി അജിത് അനാമിക ഈ ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ സുനിൽ സരോവരം, ഒപ്പം രാഹുൽ PS. താങ്ക് യു. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ചാലക്കുടി. ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ. ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. ഫണ്ട് അറേഞ്ച് ചെയ്യണം. ITU ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ ടെൻഷൻ. എന്റെ NRI ഡിപ്പോസിറ്റ് ITU ബാങ്കിലാ. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ITU തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിങ്, ബെറ്റർ ലൈഫ്. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, നോർത്ത് പരവൂർ.